എന്തൊക്കെ കാരണം കൊണ്ടാണ് ഒരാൾക്ക് പൈൽസ് വരിക? ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആനൽ കുഷ്യന് മുകളിലുള്ള പ്രഷർ കൂടുന്ന ഏതൊരവസ്ഥയും പൈൽസിലേക്ക് എത്തിക്കും. ഉദാഹരണത്തിന് അമിതവണ്ണം ഉണ്ടാകുക, കാലങ്ങളായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം, പിന്നെ നമ്മളിത് ഒരുപാട് നേരം ഇരിക്കുന്ന ആളുകൾ, ടോയ്ലറ്റ് പോയാൽ തന്നെ ഒരുപാട് സമയം ഇരിക്കുന്ന ആളുകൾ, അതുപോലെ ഈ ഫൈബർ കണ്ടൻറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകൾ, വെള്ളം തീരെ കുടിക്കാത്ത ആളുകൾ, പിന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ അഥവാ വ്യായാമമൊന്നും ചെയ്യാത്ത ആളുകൾ, ഇങ്ങനെ ഒരുപാട് പേർക്ക്, പിന്നെ പ്രഗ്നൻസി പൈൽസ് വരാനുള്ള റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ ഇത്തരം അവസ്ഥകളൊക്കെ ഉള്ള ആളുകൾക്ക് പൈൽസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി എന്തൊക്കെയാണ് പൈൽസിൻ്റെ ലക്ഷണങ്ങൾ? പ്രധാനമായിട്ടും പെയിൻലെസ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ് ഉണ്ടാവുക. ബ്ലീഡിംഗ് ആണ് പ്രധാനമായിട്ടും പൈൽസിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കുക. അത് തന്നെ പെയിൻലെസ് ബ്ലീഡിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഈ പൈൽസ് എക്സ്റ്റേണൽ ഹെമറോയിഡ്, എക്സ്റ്റേണൽ പൈൽസോ അല്ലെങ്കിൽ ഈ പൈൽസിനകത്ത് രക്തം കട്ട പിടിക്കുകയോ ചെയ്യുമ്പോഴാണ് പൈൽസിൽ വേദന വരിക. അല്ലാത്ത പക്ഷം പൈൽസിൽ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് എന്ന് പറയുന്നത് പെയിൻലെസ്, വേദന ഇല്ലാത്ത ബ്ലീഡിംഗ് ആണ് ഉണ്ടാകുക. നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വൃത്തിയാക്കുന്ന സമയത്തോ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്തോ ഒക്കെ ബ്ലഡ് വരാം. അത് കണ്ടിട്ട് പലരും പാനിക് ആവാറുണ്ട്. അതുപോലെ തന്നെ മലദ്വാരത്തിന് ചുറ്റുമുള്ള ചൊറിച്ചിലാകാം, ഇറിറ്റേഷൻ ആകാം, മ്യൂക്കസ് പോലെയുള്ള ഡിസ്ചാർജുകളാകാം, പിന്നെ ഈ സ്റ്റൂളിനോട് കൂടിയോ അല്ലാതെയോ വരുന്ന സ്വെല്ലിങ്സ്, തടിപ്പുകളുമാകാം.